ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള മഹാരാജാസിലാണ്. ഇവിടെ ഒരു 6 മോട്ടോർ ഷോ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ, പിന്നെ ഒരു വണ്ടി അവിടെ അണ്ടർ വീലിംഗ് വെച്ചിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ അരുണേട്ടനാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹാരാജാസിൽ. അപ്പോൾ എന്തായാലും അകത്ത് ഇതിന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. പിള്ളേരെല്ലാവരും സെറ്റായിരിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. നമ്മൾ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു വണ്ടി അണ്ടർ വീലിംഗ് വെച്ചിട്ടുണ്ട്. ഈ വണ്ടി ഏതാണെന്നൊരു പിടുത്തമില്ല, അത്യാവശ്യം നല്ലൊരു ഓവർ ചെയ്തുള്ളൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് എസ്റ്റിമലേക്ക് ബെലനോ വിത്ത് സംതിങ് സ്പെഷ്യൽ. നമ്മുടെ ഏജ് ഓട്ടോസ് ഹോണ്ടൊക്കെയാണ് ഈ വണ്ടി. പിന്നെ ഇത് ടെക് ഓറ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മുതലേ വരുന്നുണ്ട്, വണ്ടിപ്രാന്തമാരൊരു GT 1.5 മുതലത്. അപ്പോൾ നോക്കാം, എന്തായാലും അതൊക്കെ നോക്കി നോക്കാം. വന്നപ്പോൾ പണ്ടത്തൊരു സ്റ്റീം എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഈ മുതലൊക്കെ ആൾക്കാർ കൊണ്ടു നടക്കണമെന്ന് പറയുമ്പോൾ അടിപൊളി. സാധനം സ്റ്റോക്ക് പോലെയാണ് കൊണ്ടു നടക്കണ്ടെങ്കിലും സംതിങ് ഹിഡൻ ഇൻ ദിസ് കാർ. ഡാഷ് ബോർഡിലേക്ക് വരാണെങ്കിൽ രണ്ടും കുഞ്ഞിയ സാധനങ്ങളവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് നിങ്ങൾ നോക്കണ്ട, അവിടെ കംപ്ലീറ്റ് വളരെ പിള്ളേരാണ്. എന്തായാലും അപ്പുറത്തേക്ക് പോയി നോക്കാം. പോളോ എന്ന് പറഞ്ഞ വണ്ടി എന്നാൽ ഇതിൻ്റെ സ്വീറ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റിൽ ബ്ലാക്ക് ലൈനിങ് വന്നിട്ട് അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വന്നിട്ട് ഇതിൻ്റെ അലോയ്സൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു അലോയ്സാണ്. ചില അലോയ്സാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മോഡൽ GT TSI ആണ്, ടർബോ ചാർജർ വണ്ടിയാണ്. പുറത്തേക്കാരാണ് എക്സ്ട്രീം അല്ല, ഇത് ബെലാനോ ആണ്. അതുപോലെ വൈറ്റ് വന്നിട്ട് വീണ്ടും ഒരു പോളോ ടൈപ്പ് 6 ബമ്പറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ അലോയ്സ് ഉണ്ടാവും. ഭയങ്കര അടിപൊളി അലോയ്സാണ്. പിന്നെ ലേഷനിൽ ഓവർ ചെയ്ത പോലെ ഉണ്ട് വണ്ടിയുടെ പൊസിഷൻ കാണാൻ. പിന്നെ ഹെഡ് ലൈറ്റിന് ഒരു മാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുമ്പ് രക്ഷയില്ല. പോളോ എപ്പോഴും വൈറ്റിലൊരു രക്ഷയില്ലാതാണ്. പോളോ വൈറ്റ് പ്ലസ് പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അത് വീണ്ടും നമ്മുടെ ടൈപ്പ് 6 പോളോൻ്റെ അടുത്തെത്തി. ആകെ ഫേമസ് ആയിട്ടുള്ള കളർ വൈറ്റും റെഡാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഈ വൈറ്റൊക്കെയാണ്. പോളോയിൽ അവിടെ ഒരു മുതൽ കിടക്കുന്നത് എല്ലാ വണ്ടിപ്രാന്തന്മാരും നോക്കി കാണുന്നൊരു മുതലാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും മൂടി ചെയ്ത് കഴിഞ്ഞാൽ അട്ടാറ് ഭംഗിയാണ്. ഇവിടെ എൻജിൻ്റെ അവിടെ ഫോളോ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മോഡി വെച്ചിട്ടാണ്. പിന്നെ സീറ്റ്സ് കണ്ടോ, അത്യാവശ്യം ബക്കറ്റ് സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പിന്നെ ലോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ലോവറിങ് ചെയ്തിട്ടുള്ള വണ്ടിയാണത്. പക്ഷേ എൻ്റെ പള്ളി ഇതുവരെ കാണാത്തൊരു മിറർ ടൈപ്പാണിത്. ഞാൻ അത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് കാർബൺ ഫൈബർ ഡിപ്പൊക്കെ ചെയ്തിട്ടുള്ളൊരു പെട്ട സാധനം. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ മിനിയേച്ചർ കാർസ്. എൻ്റെ കാറിലുണ്ട് വരണം ഒരു ബമ്പിൾ ബി എഡീഷൻ്റെ കാറിൽ ഞാൻ വെച്ചിട്ട് വരണം. ഭയങ്കര രസമായിട്ടുള്ളൊരു കാറാണ്. അവിടുത്തെ ഓട്ടോ ടെക് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയ സ്റ്റോം. അങ്ങനെ പല പരിപാടികളുണ്ട്. മിനി മിൽഷ്യ ടൂർണമെൻറ്റ്, എൻ്റെ പൊന്നെ കമൻറ്റ് ബിലോ. പണ്ടത്തെ മിനി മിൽഷ്യ ഭ്രാന്തന്മാർ കമൻറ്റ് ബിലോ. എന്തായാലും അവിടേക്ക് പോയി നോക്കി നോക്കാം. അവിടെ എന്തൊക്കെയോ സംതിങ് സ്പെഷ്യൽ. അല്ല വെയിറ്റ് എ മിനിറ്റ്, ഈ സൗണ്ട് ഇതിന്നല്ലേ? ഒരു വാലോട്രോണിക് എക്സോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആക്ര പോയിച്ചിൻ്റെ സാധനമാണ് വെച്ചിട്ടുള്ളത്. ഓ ഈ സൗണ്ട് കേൾക്കും മറ്റേ ഫോർഡ് മസ്താങ്ങിൻ്റെ ഒക്കെ ഒരു ട്രോൾ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഉണ്ട്. ലൈൻ റോർ എന്നൊക്കെ പറഞ്ഞ സംഭവം വളരെ രസമുണ്ട് കേൾക്കാൻ. എൻ്റെ പൊന്നി, ഇതൊക്കെ ഇങ്ങനെ മൂടിയാൽ പറ്റുന്നു ഒരാളും വിചാരിക്കില്ല. ഇത് നമ്മുടെ റിറ്റ്സാണിത്. റിറ്റ്സിൽ ഇതൊരു പ്രത്യേകതരം കളർ സ്കീമാണ് അടിച്ചിട്ടുള്ളത്. അതും ഫുള്ള് ടിൻ്റ് അടിച്ചിട്ട് അലോയ്. സിമ്പിൾ മോഡിഫിക്കേഷൻ. നമ്മുടെ പോളോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്ന അലോയ്സാണ് വെച്ചിട്ടുള്ളത്. ഈ ഫാൻ ഡാൻസ് കളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണ്ടോ? ഡാൻസ് കളിക്കുന്ന ഇവിടെ ഒരു ബീസ്റ്റ് ഇൻലൈൻ 4ൻ്റെ ഒരു തുറപ്പ് ചീട്ട് എന്ന് പറഞ്ഞൊരു മുതലാണിത്. നമ്മുടെ Z900 പിന്നെ അതും BS4 പണ്ടത്തെ ദ റോ പവർ റോ മിഷി വിത്ത് SCയുടെ എക്സോസ്റ്റ് വന്നിട്ട്. SCയിൽ ഞാൻ കാണിച്ചു തരാം. SCയുടെ പൊട്ടുമുറ്റിയല്ല, ഒരു പെട്ട സാധനമാണ് വന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തൊരു ഇഗ്നീസ് വന്നിട്ട്. ഇഗ്നീസ് വന്നാലും കുഴപ്പമില്ല, അതിന് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. വന്നാൽ ചെറിയ രീതിയിൽ മൈന്യൂട്ടിൽ ഓവർ ചെയ്തിട്ട് ചെറിയൊരു സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെട ലുക്ക് എന്ന് പറഞ്ഞാൽ പെട ലുക്കാണ്. ഈ ഒരു അലോയ്സ് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു കളർ സ്കീമിലുള്ള അലോയ്സ് ഭയങ്കര രസമുണ്ട് കളറാണ്. ഇത് എക്സോസ്റ്റ് കേട്ടോ. SCയുടെ ഒരു പുട്ടുംകുറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു കുറ്റിയാണ് വെച്ചിട്ടുള്ളത്. ക്ലിപ്പ് ഓൺസാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും അപ്പുറത്തൊരു പെട്ട സാധനം എടുക്കേണ്ടത് പ്രീമിയർ പത്മിനി. എല്ലാ വണ്ടിപ്രാന്തന്മാർ അല്ലെങ്കിൽ പണ്ടത്തെ പത്മിനി ബമ്പോ. ഈ കളർ സ്കീം ഭയങ്കര രസമാണ്. ഒരു പണ്ടത്തെ വിൻറ്റേജ് ടച്ച് കിട്ടുന്ന കളർ. പ്രത്യേകിച്ച് ഈ അലോയ്സ്. പക്ഷേ ഈ ടയറിന് കൊടുക്കുന്ന എക്സ്ട്രാ വൈറ്റ് കളർ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം IDs ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. വലിയ രീതിയിൽ കളക്ഷൻസ് ഇല്ലെങ്കിലും ഉള്ള ആൾക്കാർ അടിപൊളിയാണ്. ഒരു C900 ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല.
ഇത് കണ്ട ഉള്ള സാധനങ്ങളൊക്കെ റയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി റയറാണ്. പിന്നെ ഹമ്മിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ കണ്ടോ ഹമ്മിങ് ലൈറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ലോഗോ ഉണ്ടോ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കണം. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. പോപ്സ് ആൻഡ് ബാഗ്സ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ലോഞ്ച് കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻഡോർ എത്തിയിട്ടുണ്ട്. മാഫിയ നമ്മുടെ C900 ബൈക്സൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. ബൈക്സിൻ്റെ ഒക്കെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. സാധനം വന്നിട്ടു ഏകദേശം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ RC നമ്മുടെ കൂട്ടുകാരൻ്റെ ഉള്ള പോലത്തെ അല്ല, ഇതും അത്യാവശ്യം മോഡിഫൈഡ്. ബട്ട് ഐ ലൈക്ക് ദ സ്റ്റോക്ക്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഡോക്ക് 390 650 ഇൻലൈൻ ട്വിൻ. പിന്നെ ഒരു R5 ഉണ്ട്. എനിക്ക് ആളുടെ ഹെൽമെറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഹെൽമെറ്റ്. എല്ലാവരും ജസ്റ്റ് ബാക്കിയുള്ള വണ്ടികൾ കാത്തു നോക്കാം. സ്റ്റോക്ക് സൈലൻസിലാണ് വന്നിട്ടുള്ള SC 250 വന്നിട്ടുണ്ട്. എന്തായാലും പ്രതികൂലം അവിടെ ഒരു R5 കസ്റ്റമൈസ്ഡ് വന്നിട്ടുണ്ട്. ചെവിയുടെ പരിപ്പിളകി. ഒരു സൂപ്പർ ബൈക്ക് വന്നിട്ടുണ്ടല്ലോ. C900 എത്തിയിട്ടുണ്ട്. C900 പിന്നെ വന്നിട്ട് പറയാൻ സമയക്കില്ല. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കതെ. എല്ലാവരും റിസംബിൾ ചെയ്തു. എല്ലാ പടന്ന് ഇവിടുന്നൊക്കെ എല്ലാവരും സന്ധിക്ക് കൊണ്ടു. അവിടെയാണ് പരിപാടി നടക്കാൻ പോണേ കേട്ടോ. ജസ്റ്റ് ഹിയർ ദ സൗണ്ട്സ്. വരുന്ന അടുത്തൊരു മുതല് ജലപ്പഡ് എന്ന് വിശേഷനാമമുള്ള നമ്മുടെ പെജേറോ പിള്ളേരുടെ കാർപ്പൂടിയോടെ. ഇതാണ് വണ്ടി പ്രാന്തന്മാര്. മത്സരമുണ്ട് കൂടെ. നേരത്തെ കാണാൻ വന്നിരുന്ന വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ റിവീൽ ചെയ്യാൻ കാണാത്തിരുന്ന വണ്ടിയാണ്. ഒരു പിങ്കിഷ് കളറാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് പ്രത്യേകതരം കളറാണ്. AJ ഓട്ടോമോട്ടീവ്സ്. ഒരു രക്ഷയില്ല. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ കൂടി ഉണ്ടാകാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. മേളിയാണ്. നല്ല അടിപൊളി പേര്. പൊന്നെ കാർബൺ ഫൈബർ ടിപ്പിടാന്ന് സാധനം. നമ്മുടെ ആളെത്തിട്ടാ. സച്ചേട്ടനൊക്കെ ഉണ്ട്. സച്ചേട്ടൻ സ്മോക്കിംഗ് പെനമേര. സത്യം പറയല്ലോ ഇങ്ങനെ എടുക്കണ എല്ലാ വണ്ടി കേട്ടോ എനിക്ക് ഡ്രീമായിട്ട് മാറണം. ഏതൊരു വണ്ടി പ്രാന്തനും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചെയ്ത ഒരാളാട്ടത്.
നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അരുൺ സ്മോക്കി നമ്മുടെ ഇടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടു കൂടി മഹാരാജസിന്റെ മണ്ണിലേക്ക്. ഞങ്ങൾ ശരിക്കും ലേറ്റ് ആണെന്ന് വിചാരിച്ചില്ല. ബ്ലോക്കാരനത് ഇങ്ങോട്ട് വരാൻ ഞാൻ ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച പക്ഷെ എനിക്ക് ചാലക്കുടി ഐ ടി കിട്ടുന്ന ആ സമയത്ത് ഞാൻ ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം പിന്നെ അങ്ങനെ പോയി. എന്തായാലും ഇവിടെ വരാൻ പറ്റിയ സന്തോഷം. പിന്നെ ആണ്ടോളൊക്കെ കാണാൻ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല. അരുണേട്ടൻ്റെ പരിപാടി കഴിഞ്ഞു അരുണേട്ടനെ പോവാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. പണ്ടത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ നിന്ന് തുടങ്ങിയ ആളാണ് ഇപ്പം നിൽക്കുന്നത്. പോർഷെ പനമേരയിലാണ് ഇപ്പോൾ ആൾ യാത്ര ചെയ്യണത്. ജാതി മനുഷ്യൻ വെച്ചാൽ ജാതി മനുഷ്യൻ പൊന്നെ പോകണത്. ജാതി സാധനം എൻ്റെ പൊന്നെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. എൻ്റെ പൊന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈക്കിന് ഇഷ്ടപ്പെടുന്നവരും ബൈക്കിനെ പ്രാന്തമായിട്ട് കരുതുന്നവർക്കും അണ്ടിൽ ദെൻ വൈബു സൈനിങ് ഓഫ്. ബൈ. ഓ സൗണ്ട്